ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ വെള്ളിയാഴ്ച പോസ്റ്റ് മാർക്കറ്റോ പ്രീ മാർക്കറ്റോ നമ്മൾ ചെയ്യാറില്ല. അതിന് പകരമായിട്ട് നമ്മൾ ശനിയാഴ്ച അല്ലേ, ശനിയാഴ്ച ഞായറാഴ്ച നമ്മൾ വിശദമായിട്ട് വീക്കിലി അനാലിസിസാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ആ ഒരു ശൈലി. അപ്പോൾ എന്നാൽ ഇന്ന് ഒരു കാര്യം, ഇന്നത്തെ മാർക്കറ്റിനകത്തിൽ നിങ്ങളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരണം. അന്നേരം ഇപ്പോൾ ഉള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പം ഇന്ന് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റാൻ സാധ്യത ഉള്ള ഒരു ഏരിയ ഇന്ന് ഈ നമ്മുടെ ചാർട്ടിനകത്തിലുണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് ഒരു പക്ഷേ വിപരീതമായിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഞാനത് സംസാരിച്ച് മൊത്തം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്താണെന്ന്. ഓക്കെ, അപ്പം ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഫോളിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായി ലെവലുകളും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു. മാർക്കറ്റ് ഇന്നലത്തെ ക്യാപ്ഷൻ തന്നെ അധികം ഓടിയാൽ വീഴാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ ക്യാപ്ഷനകത്തിലും പറഞ്ഞു. ഞാൻ പോസ്റ്റ് മാർക്കറ്റ് ചെയ്തപ്പോഴും അതിനകത്ത് ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഈ ഒരവസ്ഥയിൽ ഇങ്ങനെയൊക്കെയുള്ള സിനാരിയോ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഫർദർ ഫോളിനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് എൻ്റെ വീഡിയോകൾ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഇന്ന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സ്ക്രീൻഷോട്ടുകൾ ഞാൻ കണ്ടു. അതുപോലെ തന്നെ PE ഹോൾഡ് ചെയ്തൊരു ധാരാളം പേരുണ്ട്. അവർക്കൊക്കെ വളരെ ഹ്യൂജ് പ്രോഫിറ്റ് ഇന്നുണ്ടാക്കി. സന്തോഷം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെയും പ്രോഫിറ്റിൻ്റെ ആ മേന്മ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ വീക്കിൽ നിങ്ങളെല്ലാവരും നല്ല പ്രോഫിറ്റിലാണ്, വീക്കിലി പ്രോഫിറ്റിലാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിലവിലുള്ള പോൾ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ആദ്യത്തെ ഒന്നാമത്തെ ഗ്രൂപ്പിനകത്തിൽ ഒന്നാമത്തെ ഗ്രൂപ്പിനകത്തിൽ ഏകദേശം 70% ആൾക്കാരോളം വീക്കിലി പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റി. ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻ്റ് ആണ് നമുക്കത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 55% ഉള്ളായിരുന്നു അല്ലേ, അതിൻ്റെ പ്രാവശ്യം 65% ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം 70% ഉണ്ട്. അതായത് 70% വരാൻ കാര്യം ഇന്നത്തെയും ആ പെർഫോമൻസ് നിങ്ങൾ കറക്റ്റ് എൻട്രി എടുത്ത് കറക്റ്റ് എക്സിറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യണം എങ്ങനെ പോകുന്നു. അപ്പം ധാരാളം പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, പിന്നെ സാറേ ചേരണം എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാം പറയാനുള്ളത് ഈ ഡിസ്ക്രിപ്ഷനകത്ത്, നമ്മുടെ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനകത്തിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് അതിനകത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അവിടെ വേറെ സംഗതികളൊന്നുമില്ല. ഈ പഠനം ഞാൻ ഈ പറയുന്ന പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിൻ്റെ ഫർദർ ലൈവ് മാർക്കറ്റിൽ എന്താണ് അപ്ഡേറ്റ്സ് എന്ന് മാത്രം കൃത്യമായിട്ട് ഞാൻ പറയുന്നത് മാത്രമല്ല. അല്ലാതെ അവിടെ കോൾ കൊടുക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക്കോ അല്ലെ ടൂൾസോ സ്ട്രാറ്റജികളോ അങ്ങനെ ഒന്നുമില്ല. ഓൺലി അപ്ഡേഷൻസ് മാത്രമേ ഉള്ളൂ. ആ അപ്ഡേഷൻസ് വെച്ചാണ് അവരെല്ലാവരും ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് പോയ പലരും ഉണ്ട്. ഇവിടെ ഈ തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. മനസ്സിലായില്ല, അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ച് വന്നാലും ഞാനത് അവരുടെ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ കഷ്ടകാലത്ത് കൂടെ നിൽക്കാതെ നല്ല കാലത്ത് മാത്രം ഓടി വരുന്നവരെ നമ്മൾ അംഗീകരിക്കണോ? നിങ്ങൾ തന്നെ പറ. കഷ്ടകാലത്ത് നമ്മളെ ഇട്ടിട്ട് പോയവർ നല്ല കാലം നമുക്ക് വരുമ്പോൾ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വരുന്നവരെ നമ്മൾ അംഗീകരിക്കണം വേണ്ട? നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ ഉത്തരം എന്തുവാ? വേണ്ടെന്നല്ലേ? അങ്ങനെ തന്നെ മതി. അപ്പോൾ അങ്ങനെ വാശി പിടിച്ച് അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇത് ഉടായിപ്പാന്ന് പറഞ്ഞ് പോയ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ വീണ്ടും ഇപ്പോൾ തിരിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ തിരിച്ച് പലരുടെ റിക്വസ്റ്റ് കാരണം ഞാൻ ഈ ആൾക്കാർ ഇങ്ങനെ പോകുന്നവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് അവരുടെ റിക്വസ്റ്റ് വരുമ്പോൾ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ആരെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുള്ളത് അതൊക്കെ വിടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞു ഡേ വൈസിൽ നോക്കിയാൽ നല്ലൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലെവൽസുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. 2560 ഇന്നലെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ 25850 അതും കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ആ ഏരിയയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇന്ന് ഗ്യാപ്പ് ഡൗണോട് കൂടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇന്നലെ നമ്മൾ വൈകുന്നേരമൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു ഗ്രൂപ്പിൽ. ഏകദേശം ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 100 പോയിൻറ്റിന് മുകളിലാണ് ഗ്യാപ്പ് ഡൗൺ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് ഡൗൺ കാണിച്ച് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു 100, 150, 120 പോയിൻറ്റിനടുത്ത് ഗ്യാപ്പ് ഡൗൺ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു.
പക്ഷെങ്കിൽ മാർക്കറ്റ് ഒരു 50-60 പോയിൻ്റ് എങ്ങാണ്ട് ആണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഓപ്പൺ ചെയ്തത് ഇല്ലേ, ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തത്. അതിനുശേഷം പെട്ടെന്നൊരു ഫോളായിരുന്നു ഇല്ലേ, പെട്ടെന്ന് ഒരു ഫോളായിരുന്നു. അപ്പോൾ ഏകദേശം ആ ഫോൾ ഉൾപ്പെടെ ആയപ്പോഴത്തേക്ക് ഏകദേശം 100-110 പോയിൻറ്റോളം മാർക്കറ്റ് ഒറ്റയടിക്ക് വീണു. ഇവിടുന്ന് ഇവിടം വരെ ഏകദേശം 60 നിന്ന് 920 ഇല്ലേ, 920 ഏകദേശം 140 പോയിൻറ്റിനടുത്ത് ഗ്യാപ്പ് ഡൗൺ അടക്കം 140 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് ഇവിടുന്ന് ഇവിടം വരെ ഫോളോ ചെയ്തു ഇല്ലേ. അപ്പോൾ ആ ഫോളോ ചെയ്തവർ പി ഹോൾഡ് ചെയ്തവരൊക്കെ നല്ലപോലെ ക്യാപ്ചർ ചെയ്തു. പക്ഷേങ്കിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ആ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഭാവിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒരു കാര്യവും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ആ കാര്യങ്ങളെല്ലാം ഞാൻ വീക്കിലി അനാലിസിൽ പറയാം. പക്ഷേ ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഈ ഏരിയയിലാണ് പ്രശ്നം. ഓക്കെ, നമുക്കത് നോക്കാം എന്താണ്. നമുക്ക് ഈ ചാർട്ടിനെ ഒന്ന് വലുതാക്കാം. ഈ ചാർട്ടിനൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഓക്കെ, നമ്മളൊരു റിജക്ഷൻ ക്യാൻഡലിൻ്റെ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ്ങിൻ്റെ കാര്യം പഠിപ്പിക്കും. ഈ 2 രീതിയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്ന കാര്യമാണ് ഞാൻ കോമൺ ആയിട്ട് വളരെ കൂടുതലായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പലരും ട്രേഡ് എടുക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ഒരു സിവിയർ ഫോൾ, ഏകദേശം ഒരു 60 പോയിൻറ്റിൻ്റെയോളം ഒരു 60-70 പോയിൻറ്റിൻ്റെയോളം ഒരു ക്യാൻഡിലാണ് നമുക്കിവിടെ 5 മിനിറ്റ് ക്യാൻഡിലിന് കിട്ടിയത് ഇല്ലേ. അപ്പോൾ അത് കഴിഞ്ഞും കറക്റ്റ് നമ്മുടെ മാർക്കറ്റ് 24,920 നമ്മൾ വരച്ച സപ്പോർട്ടിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു ഇല്ലേ. ഇവിടം വരെ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറാണ്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയി. ഇതൊരു വലിയ റെഡ് ക്യാൻഡിലാണ്. ഇതൊരു വലിയ റെഡ് ക്യാൻഡിലാണ്. ആ റെഡ് ക്യാൻഡിലിന് ശേഷം മാർക്കറ്റ് 5 മിനിറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടുന്ന് റിജക്റ്റ് ചെയ്തു പോയി മുകളിൽ ഒരു സ്പിന്നിങ് ടോപ്പ് രീതിയിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതെന്താ സൂചിപ്പിക്കുന്നത്? മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പഠിച്ചതും റിജക്ഷൻ ക്യാൻഡിലിലെ വീഡിയോ കാണുന്നവർക്കും അത് പഠിച്ചവർക്കും അത് വെച്ച് ട്രേഡ് എടുക്കുന്നവർക്കും എല്ലാം അറിയാം. ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടുന്ന് ഒരു കോൾ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. കാരണം ഇത് ക്ലിയർ റിജക്ഷനാണ്. അതിനുശേഷം ഇവിടെ എസ് എൽ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ എസ് എല്ലേ ഉള്ളൂ. എസ് എൽ അടിക്കുകയാണെങ്കിൽ ഇത്ര എസ് എൽ അടിക്കും, ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സംഭവം കിട്ടും. ഇതാണ് ആസ് പെർ നമ്മൾ പഠിച്ചിരിക്കുന്നതും നിങ്ങൾ അനുവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യം ഇതാണ്. പക്ഷേ ഒരിക്കലും ഞാൻ ഇതിനെ അംഗീകരിക്കത്തില്ല. എനിക്ക് വേണമെങ്കിൽ എൻ്റെ വാദത്തിന് അല്ല, ഞാൻ പഠിപ്പിച്ചത് ശരിയാണെന്ന് പറയാൻ വേണ്ടി എനിക്ക് എൻ്റെ വാദത്തിന് പറയാം. ഇതാ നോക്കുക, ഇവിടുത്തെ റിജക്ഷൻ ക്യാൻഡിൽ വന്നതിന് ശേഷം 60 പോയിൻ്റ് ഒരു ക്യാൻഡിൽ വീണു, ഹ്യൂജ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യായം ബുക്ക് ചെയ്യുമായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എന്നെ ആരും കുറ്റം പറയത്തില്ല. പക്ഷെങ്കിൽ ഈ സെക്കൻഡ് ക്യാൻഡിലിൽ ട്രേഡ് എടുത്തത് റോങ് ആണ്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സിനാരിയോയിൽ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള റിജക്ഷൻ ക്യാൻഡിൽ നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് ഒരു ഗ്യാപ്പ് ഡൗണിന് ശേഷം മാർക്കറ്റ് ഒരു ഫോളാണ്, ഒരു മേജർ ഒരു ബ്രേക്ക് ഡൗൺ ആണ് മാർക്കറ്റ് സംഭവിച്ചേക്കുന്നത് അല്ലേ. 25,000 എന്നുള്ളൊരു മേജർ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിച്ചേക്കുന്നത്. ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരുവാണ് അല്ലേ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ ഒരു സിവിയർ ഫോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. കാരണം വളരെ നാളുകൊണ്ട് 25K ബുൾസ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ബയേഴ്സ് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ഇന്ന് അവരത് ബ്രേക്ക് ചെയ്തു, നല്ല രീതിയിൽ തിരിച്ച് കയറാൻ പറ്റാത്ത രീതിയിൽ തന്നെ അവരത് ബ്രേക്ക് ചെയ്തു അല്ലേ. അപ്പം മാർക്കറ്റ് വീണ്ടും നമ്മളൊരു സിവിയർ ഫോൾ ഇവിടെ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകുന്ന മാർക്കറ്റിൽ, ഗ്യാപ്പ് ഡൗൺ സംഭവിക്കുന്ന മാർക്കറ്റിൽ ആൾക്കാർ ഒരു 100-110 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ ഒറ്റ ഫോളോ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രോഫിറ്റ് ബുക്കിംഗ് വരും ഇല്ലേ. ഇവിടെ ഏതാ സംഭവിച്ചത്? മാർക്കറ്റ് വീണ്ടും ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ തലേദിവസം പി ഹോൾഡ് ചെയ്തവരും ഇവിടെ വെച്ച് ഒറ്റ AMO ഇട്ട് പി എടുത്തവരൊക്കെ ധാരാളം പേർക്കാണ്. അവരെല്ലാവരും എന്ത് ചെയ്യും? 100 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ ഇപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? അവിടെ നിന്ന് ബൈയിങ് പ്രഷർ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും. ആ ഒരു ബൈയിങ് പ്രഷറാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാൻഡിൽ. മനസ്സിലായോ പറഞ്ഞേ? അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അത് മാത്രമല്ല, ഇത് രണ്ടാമത്തെ ക്യാൻഡിലാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 5-10 മിനിറ്റിലുള്ള ക്യാൻഡിലാണ് ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ, ഇത്രയും വലിയ ഗ്യാപ്പ് ഡൗൺ വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഒരു ക്യാൻഡിൽ 2 ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു റിജക്ഷൻ, ഒരു തിരിച്ച് ബൗൺസ് ബാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 100 പോയിൻ്റാണ് ഗ്യാപ്പ് ഡൗൺ. 100 പോയിൻ്റ് ഒരു ATM എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 50 പോയിൻ്റ് അവന് പ്രീമിയം കിട്ടി ഇല്ലേ. 50 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 7-5-35 3,500-3,750 രൂപയോളം അവൻ എന്ത് ചെയ്തു? അവന് പ്രീമിയം കിട്ടി ഇല്ലേ.
4,000 രൂപയ്ക്ക് അടുത്ത് അവന് പിന്നെ ഏകദേശം പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അവൻ എന്തായാലും അവിടെ ബുക്ക് ചെയ്യും. 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അവൻ 4,000 രൂപ കഴിഞ്ഞാൽ അവനത് മേടിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന എന്നെപ്പോലെ നിന്നെപ്പോലെ നിങ്ങളെപ്പോലെ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പം ഇവിടെ പുട്ടല്ല എഴുതിയിരിക്കുന്നത്. പുട്ട് എക്സിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് സംഭവിക്കുന്നത് ബൈങ് പ്രഷർ വരും. അങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്യും? തിരിച്ച് ബൗൺസ് ചെയ്യും. ആ ഒരു ബൗൺസാണ് നിങ്ങളിവിടെ കണ്ടത്. മനസ്സിലായി പറഞ്ഞേ? ആ ഒരു ബൗൺസാണ് നിങ്ങളിവിടെ കണ്ടത്. ഇങ്ങനെയുള്ള സിനാരിയോയിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെ വിശ്വസിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടില്ല. എനിക്ക് വേണമെങ്കിൽ സമർത്ഥിക്കാം. ഇതാ നോക്കുക, ഞാൻ പഠിപ്പിച്ച പ്രകാരം ഇവിടുത്തെ റിജക്ഷൻ ക്യാൻഡിൽ വന്നു, അതിന് ഇതാ നോക്കി, അതിനുശേഷം സൂപ്പർ ഒരു മർബോസു, അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാം ഇല്ലേ, സൂപ്പർ ഒരു ഗ്രീൻ മർബോസ് വന്നു, നിങ്ങൾക്ക് നല്ല പോയിന്റ് കിട്ടി കാണും, 50 പോയിന്റ് 40 പോയിന്റ് കിട്ടി കാണും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സമർത്ഥിക്കാം, കോരി തകർക്കാം, വാരി തകർക്കാം, തള്ളി തകർക്കാം. പക്ഷേങ്കിൽ നോ, അത് തെറ്റാണ്. അങ്ങനെയല്ല. ഒരു കാരണവശാലും ഇനി ഇതുപോലൊരു സിനാരിയോ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെടുത്തോളം പലരും കാണുമായിരിക്കാം. പക്ഷേ അതുകൊണ്ട് ഇനി നിങ്ങളെ ഓർപ്പിക്കുന്നു, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സമയത്ത് ട്രേഡ് എടുക്കരുത്. കാരണം ഫസ്റ്റ് സെക്കൻഡ് ക്യാൻഡിൽ ഇങ്ങനെ റിജക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണം ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് സെറ്റിലാകാനുള്ള സമയമാണ് ഇല്ലേ. മാർക്കറ്റിലിവിടെ ഒത്തിരി ബൈയിങ്ങും ഒത്തിരി സെല്ലിങ്ങും ഒത്തിരി പുട്ട് ഓപ്ഷൻസും ഒത്തിരി കോൾ ഓപ്ഷൻസും ഒക്കെ ഇവിടെ കിടക്കും. ആദ്യത്തെ 15 മിനിറ്റ് ഓടി കിടന്ന് കളിക്കും ഇല്ലേ. അപ്പോൾ മാർക്കറ്റ് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. നമുക്ക് ഒരിക്കലും ഒരു ട്രെൻഡ് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പോൾ അവിടെ നമുക്കൊരു ട്രേഡ് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആയതിന് ശേഷം മാത്രമേ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കിക്കേ, അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിന് ഞാൻ ഇവിടുന്ന് AMO ട്രേഡ് എടുത്തായിരുന്നു. രാവിലെ മാർക്കൗട്ട് 50 പോയെന്ന് പറഞ്ഞാൽ AMO ഞാൻ ട്രേഡ് എടുത്തായിരുന്നു. ഇതിൽ ഞാൻ വിട്ടില്ല. മാർക്കറ്റ് ഞാൻ എക്സിറ്റ് ചെയ്തില്ല. ഇത് ഹോൾഡ് ചെയ്ത് ഞാൻ ഗ്രൂപ്പിൽ കണ്ടായിരുന്നു എൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ. ഞാനിത് ഹോൾഡ് ചെയ്താണ് ഇവിടെ ഏകദേശം ഇവിടം വരെ ഞാനിത് ഹോൾഡ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെയുള്ള സിനാരിയോയിൽ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് സ്ട്രാറ്റജി നമ്മൾ പ്രയോഗിക്കാവൂ. അതുവരെ നമ്മൾ അക്ഷമയോടെ കാത്തിരിക്കണം. അല്ല AMO എടുക്കുന്നതാണ് ഓക്കെ. AMO എടുത്ത് കഴിഞ്ഞാൽ കിട്ടി, അല്ലെങ്കിൽ പോയി നഷ്ടവും ലാഭത്തിന് സാധ്യതകൾ അതിൻ്റെ തീവ്രത വളരെ കൂടുതലായിരിക്കും AMOയ്ക്കകത്തിൽ. അതുകൊണ്ട് അത് പ്രയോഗിക്കുന്നവർ സൂക്ഷിച്ച് പ്രയോഗിക്കുക. AMO എന്താണെന്ന് ഒരു വീഡിയോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് AMO എന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാണാം. പറ്റുന്നെങ്കിൽ ഞാനിവിടെ ഒരു ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഓക്കെ. അപ്പം ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളിത് സൂക്ഷിച്ച് മൈൻഡിൽ വെക്കുക. അതിനുശേഷം ഇവിടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് പറയാം. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് എന്ത് ചെയ്തു? അവിടെ നിന്ന് തന്നെ നേരെ റിവേഴ്സ് ചെയ്തു. ഇതാ നോക്കിക്കേ, റിവേഴ്സ് ചെയ്തു. ഇതെന്താണ്? ഇനി അടുത്ത ഇവിടെ ഉണ്ട്. ഇത് നോക്കിയേ, ഈ ഗ്രീൻ ക്യാൻഡിൽ ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണാലും ഒരു റെഡ് ക്യാൻഡിൽ വീണാലും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് 50% പ്രീവിയസ് ക്യാൻഡിലിനെ 50% അത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻവാലിഡായി പോവും. ഇവിടെ നോക്കിക്കേ, എന്താ സംഭവിച്ചത്? ഇൻവാലിഡ് ആയില്ലേ? ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു, അതിനുശേഷം തിരിച്ച് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് ഇതിൻ്റെ 50% കട്ട് ചെയ്തു ഇല്ലേ. 50% കട്ട് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇല്ലേ. അപ്പോൾ എന്തായി? ഈ സംഭവം റിജക്റ്റായി, ഇത് ഇൻവാലിഡായി സാധനം. മനസ്സിലായി? അപ്പം അതിനുശേഷം അപ്പോൾ നമുക്ക് കൺഫേം ആയി മാർക്കറ്റ് വരുവാണ്. അഥവാ അടിക്കുവാണെങ്കിലും ഇതായിരിക്കും നമ്മുടെ സെല്ല് ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് വളരെ അടിപൊളിയായിട്ട് മാർക്കറ്റ് താഴോട്ട് നോക്കി അടിപൊളി ഒരു ബെയറിഷ് മർബോസ്. പിന്നെ ഇവിടെ നമ്മുടെ അതേ 24,922 ആടി കളിച്ചു കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഫർദർ മാർക്കറ്റ് ഒരു ഡൗൺ തന്നു. അതിനുശേഷം കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ച് അങ്ങോട്ട് പോയി. അത് നമ്മുടെ വിഷയമല്ല, അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ ഈ 2 കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ ഇന്ന് പ്രധാനമായിട്ട് ചെയ്യാൻ കാര്യം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ശനിയാഴ്ച വീക്കിലി അനാലിസിസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വിശദമായിട്ട് എല്ലാം അഴിച്ച് പെറുക്കിയിട്ട് നമുക്ക് വീക്കിലി അനാലിസിസ് ചെയ്യാം. അപ്പം ഈ ഒരു കാര്യം പഠിക്കേണ്ടവർ മാത്രം, എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പിന്നെ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാനും ന്യായം പാലിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കുമാണ് നമ്മുടെ വീഡിയോയ്ക്ക് പിന്നെ റീച്ച് ഉണ്ടാക്കി തരുന്നത്. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതിനെ വളർത്തുക എന്നുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. അടുത്ത ആഴ്ചയാണ് നമ്മുടെ ക്ലാസ്. അടുത്ത ആഴ്ച ഓക്കെ. അപ്പം അടുത്ത ആഴ്ച നാട്ടിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവരും എൻജോയ് ചെയ്യുക, മാർക്കറ്റിനെ മറക്കുക, 2 ദിവസം ഫാമിലിക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.